സോ വെൽക്കം എവരി വൺ. നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് സൈബർ ക്ലബിൻ്റെ ഭാഗമായിട്ട്. നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറയിലുള്ള ഒരു ക്ലബ്ബാണ് സൈബർ ക്ലബ്. സോ അതിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു ലിനക്സിൻ്റെ കോഴ്സായിരിക്കും, ഇൻട്രൊഡക്ഷൻ ടു ലിനക്സ്. ബേസിക്കിൽ നിന്ന് തുടങ്ങി കൈൻഡ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ലെവലിലോട്ട് പോകുന്ന ടൈപ്പ് ഒരു കോഴ്സായിരിക്കും ഇത്. സോ ഇതിൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ തുടക്കത്തിലേ പറയാം. സോ ലൈക്ക് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിനക്സ് എന്ന് പറയുന്ന ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിട്ടിയാലും, ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിട്ടിയാലും അതിൽ എങ്ങനെയാണ് ഫയൽസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത്, ലൈക്ക് കട്ട് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് യൂസിങ് ദ ടെർമിനൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ടെർമിനൽ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാവുന്നതായിരിക്കും. സോ അതാണ് നമ്മളൊന്ന് നോക്കുന്നത്. പിന്നെ ലിനക്സിൻ്റെ ഫയൽ സ്ട്രക്ചർ ഫയൽ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതുപോലെ കുറച്ച് അധികം ടൂളുകളെ പറ്റി നമ്മൾ പറയും. ലിനക്സിൽ യൂസ് ചെയ്യുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ കമാൻഡുകളെ പറ്റി നമ്മൾ പറയും. പിന്നെ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ നോക്കും. ബാഷിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് സ്ക്രിപ്റ്റുകൾ നോക്കും. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അതെങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം പല കാര്യങ്ങൾ, ടാസ്കുകൾ എന്നുള്ളതും നമുക്ക് നോക്കാം. സോ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിൽ ത്രൂ ഔട്ട് നോക്കാൻ പോകുന്നത്. സോ അതിനൊക്കെ മുന്നേ നമുക്ക് ലിനക്സ് എന്താണെന്ന് അറിയണം, അല്ലേ? ലിനക്സ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കെർണലും തമ്മിലുള്ള വ്യത്യാസം അറിയണം. സോ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇത് വിൻഡോസ് ആണ്. വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പല ടാസ്കുകൾ നമ്മുടെ യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോയി എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിനുള്ള ഔട്ട്പുട്ട് വീണ്ടും നമ്മുടെ സ്ക്രീനിൽ തരും. സോ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സോ കെർണൽ എന്ന് പറയുന്ന സാധനം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും നമ്മുടെ സിസ്റ്റത്തിലുള്ള ഹാർഡ്വെയർസ് ലൈക്ക് ഹാർഡ് ഡിസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ കീബോർഡ്, മൗസ്, ഇങ്ങനത്തെ ഹാർഡ്വെയർസിനും ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഇടയ്ക്ക് നിൽക്കും, ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? ഈ ഒരു കെർണൽ അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഓരോ ടാസ്കുകൾ എടുത്തുകൊണ്ട് ചെന്ന് ഹാർഡ്വെയറിൽ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഒരു എക്സിക്യൂട്ട് ചെയ്ത ഔട്ട്പുട്ടിനെ എടുത്ത് കെർണൽ നമുക്ക് തരും. സോ ഇതാണ് ബേസിക്കലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ വിൻഡോസിൽ നമുക്ക് ഡയറക്റ്റ് കെർണലിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ലിനക്സ് എന്ന് പറയുന്ന ഒരു സാധനം അതിൻ്റെ യൂസ് വരുന്നത്. ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇറ്റ്സ് എ കെർണൽ ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതായത് നമുക്ക് ഡയറക്റ്റ് ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ലിനക്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റത്തിലുള്ള നമ്മുടെ പ്രിവിലേജ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? നമുക്ക് എന്തും കൺട്രോൾ ചെയ്യാം നമ്മുടെ സിസ്റ്റത്തിലുള്ളതിൽ. മനസ്സിലായോ? അതാണ് കെർണലും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. സോ ലിനക്സ് എന്ന് പറയുന്നത് ഒരു കെർണലാണ്. ഓക്കെ. സോ ഈ പറയുന്ന ലിനക്സ് എന്ന് പറയുന്ന സാധനം ജസ്റ്റ് ഒരു ടെർമിനൽ പോലെയാണ്. ടെർമിനൽ മാത്രമാണ്. ടെർമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഈ കമാൻഡ് പ്രോംപ്റ്റ് നമ്മൾ CMD എന്ന് അടിച്ചിട്ട് നമ്മൾ നമ്മുടെ വിൻഡോസിൽ തുറക്കുന്ന ഒരു സാധനം, കമാൻഡ് പ്രോംപ്റ്റ്, ഇതുപോലെ ആയിരിക്കും നമ്മുടെ ലിനക്സിൻ്റെ കെർണൽ ഇരിക്കുന്നത്. വേറെ ഒന്നുമില്ല. സോ ദാറ്റ് നമുക്ക് ഈ ഒരു ടെർമിനൽ വഴി കമാൻഡ് വെച്ചിട്ട് നമ്മുടെ ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യാം. നമുക്ക് എന്തും ചെയ്യാം ബേസിക്കലി പറയാം. ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പം ടെർമിനലിൽ വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഈ ടെർമിനലിൽ നമ്മൾ പല പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ പുറകിൽ നമുക്ക് പല ഗ്രാഫിക്സും ഇൻക്ലൂഡ് ചെയ്യാം. ലൈക്ക് ഇതുപോലൊരു വിൻഡോസ് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഒരു ലിനക്സ് കെർണലിൽ റൈറ്റ് ചെയ്ത്. ഓക്കെ, അത് അറിയണം എന്നേ ഉള്ളൂ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ അറിയാവുന്ന ആൾക്കാർ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും നമ്മുടെ ഈ ഒരു ലിനക്സ് കെർണലിൽ റൈറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനെ ലിനക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് വിളിക്കും. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ കാണിക്കാം. ബ്രേവ് ഞാൻ തുറക്കുകയാണ്. ഓക്കെ, അതിൽ ഞാനിപ്പം ലിനക്സ് ഡിസ്ട്രോസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് ഗൂഗിൾ തന്നെ തരുന്ന ഒരു ഇതുണ്ട്, അല്ല ബ്രേവ് തന്നെ തരുന്നൊരു ഇതുണ്ട്. ഉബണ്ടു, ഫെഡോറ, ലിനക്സ് മിന്റ്, ആർച്ച് ലിനക്സ്, സെൻഡോഎസ്, ഡെബിയൻ, കാലി ലിനക്സ്, മെജോറോ, അങ്ങനെ കുറേ ലിനക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം ഈ ലിസ്റ്റിലുള്ളതൊന്നും അല്ല, അതിൽ കൂടുതൽ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ഇറക്കിയിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള കുറേ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഈ കാണുന്നത്. ഇതിലിപ്പോൾ ഡെബിയൻ
എന്ന് പറയുന്നതിൻ്റെ ബേസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കാലി ലിനക്സ്. ഡെബിയനകത്ത് കുറേ കൂടെ പാക്കേജസ് ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് ഒക്കെ മാറ്റിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് കാലി ലിനക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കാലി ലിനക്സ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. സോ കാലിയെപ്പറ്റി ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് കാലി ലിനക്സ് ആയിരിക്കും. ഓക്കെ, കാലി ലിനക്സിൻ്റെ ഇൻസ്റ്റലേഷൻ ആയിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിൽ പറയാൻ പോകുന്നത്. സോ എന്തുകൊണ്ടാണ് കാലി ലിനക്സ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനൽ സ്പെസിഫിക്കലി നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൊഫഷണൽസിന് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു പെൻ ടെസ്റ്റേഴ്സിന് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. സോ ആ കാലി ലിനക്സിലായിരിക്കും നമ്മുടെ മെയിൻ ഫോക്കസ് വരും. അതുകൊണ്ട് കാലി ലിനക്സിൻ്റെ ഇൻസ്റ്റലേഷൻ ആയിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത് ഡയറക്റ്റ് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് വേണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലോട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്നെങ്കിൽ അത് വിൻഡോസിനെ മൊത്തം വൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷനിൽ കൊണ്ട് റൈറ്റ് ചെയ്യാം. ഓക്കെ, അല്ല എങ്കിൽ വിൻഡോസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡുവൽ ബൂട്ട് ചെയ്ത് യൂസ് ചെയ്യാം കാലി ലിനക്സിന്. എങ്ങനെ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വേറൊരു മെത്തേഡാണ്. അതായത് ഈ വിൻഡോസിനകത്ത് നമുക്കൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് കാലി ലിനക്സിനെ റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് വെർച്വലൈസേഷൻ ടെക്നോളജി. സോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് പറയാം. ഓക്കെ, വെർച്വലൈസേഷൻ ടെക്നോളജി. ഓക്കെ, വെർച്വലൈസേഷൻ ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. സോ ഇവിടെ ഈ ഒരു പടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഹോസ്റ്റ് OS എന്ന് പറയുന്നതാണ് നിങ്ങളുടെ വിൻഡോസ്. ഓക്കെ, സെർവർ മീൻസ് നമ്മുടെ കമ്പ്യൂട്ടറിനൊരു ഹാർഡ്വെയർ ഉണ്ട്. ഓക്കെ, ഹാർഡ്വെയറിൻ്റെ മേലിൽ നമ്മൾ ഹോസ്റ്റ് OSനെ റൈറ്റ് ചെയ്തു. അതിൻ്റെ മേളിൽ ഹൈപ്പർവൈസർ എന്ന് പറയുന്ന ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്തു. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഹൈപ്പർവൈസർ ടൂൾ എന്ന് പറയുന്നത് വെർച്വൽ ബോക്സ് ആണ്. ഓക്കെ, VMware ഉണ്ട്, വെർച്വൽ ബോക്സ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് വെർച്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വെർച്വൽ ബോക്സ് ആണ്. ഓക്കെ, ഈ വെർച്വൽ ബോക്സിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള അത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഈ ഒരു ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കാലി ലിനക്സ് അല്ലെങ്കിൽ ഉബുണ്ടു. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏത് ലിനക്സ് ആണോ അല്ലെങ്കിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈവൻ വിൻഡോസ് പോലും നമുക്ക് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഹൈപ്പർവൈസറിൻ്റെ മേളിൽ കൊണ്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഈ ഹൈപ്പർവൈസർ എന്ന് പറയുന്നത് ഒരു പുതിയ ഹാർഡ്വെയർ ആയിട്ട് ആക്ട് ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? അപ്പം ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുമ്പോൾ അത് ഇരിക്കുന്നത് ഒരു സ്പെഷ്യലി മെയ്ഡ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയറിന് മുകളിലാണ്. അപ്പം അതിന് തോന്നില്ല അതിൻ്റെ താഴെ അതിനെ കൺട്രോൾ ചെയ്യുന്ന വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെന്ന് അതിനറിയില്ല. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയായിരിക്കും ഇപ്പോൾ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിചാരിക്കുന്നത്. സോ അതാണ് ഹൈപ്പർവൈസർ എന്ന് പറയുന്നത്. ഹൈപ്പർവൈസർ വെർച്വലി കുറച്ച് ഹാർഡ്വെയർ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്യും. സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ അതിനു മാത്രം ഹാർഡ്വെയർ സ്പെക്ക് ഉണ്ടായിരിക്കണം. ലൈക്ക് ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 4 GB RAM ഉള്ള ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പെൻറ്റിയം പ്രൊസസ്സറുള്ള ഒരു സിസ്റ്റത്തിലൊക്കെ ഈ സാധനം ഓടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റക്കായിരിക്കും, ഭയങ്കര ഹാങ് ആയിരിക്കും. കാരണം നിങ്ങളുടെ വിൻഡോസ് ഓടാൻ തന്നെ കുറച്ച് സൈസ് വേണം, കുറച്ച് റാം വേണം. ഓക്കെ, അതിനപ്പുറമാണ് അപ്പം യൂസ് ചെയ്യാൻ പോകുന്നത്. വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ നിങ്ങൾ ഓടിക്കുകയാണ്. രണ്ടിനും താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് നിങ്ങളുടെ സിസ്റ്റത്തിന് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ സിസ്റ്റം ഒബ്വിയസ്ലി ഹാങ് ആവും, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ഷട്ട് ഡൗൺ ചെയ്യാല്ലാതെ വേറെ വഴിയില്ലാതാവും. അപ്പം നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഓൺ ആക്കിയിട്ട് വീണ്ടും നോക്കിയാലും അത് തന്നെ ആയിരിക്കും അവസ്ഥ. സോ നിങ്ങൾക്ക് നല്ലൊരു സ്പെക്ക് വേണം വെർച്വലൈസേഷൻ ചെയ്യണമെങ്കിൽ. സോ ഇപ്പം നിങ്ങൾക്ക് വെർച്വലൈസേഷൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളത് നമ്മളിനി വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലിനക്സ് പഠിക്കാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക്, പക്ഷേ അത്ര സ്പെക്കുള്ള സിസ്റ്റം ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ വഴികളുണ്ട് അതിന് വേണ്ടി പഠിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, സോ അതാണ് വെർച്വലൈസേഷൻ. അപ്പം ഈ വെർച്വലൈസേഷൻ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ കാലിയെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളുക. സോ നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് വെർച്വൽ ബോക്സിൽ എങ്ങനെ കാലി ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. അതിന് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രേവ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ബ്രൗസർ, ലൈക്ക് ക്രോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്രോം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എഡ്ജ് ആണെങ്കിൽ എഡ്ജ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രൗസർ യൂസ് ചെയ്യാം. സോ ഇവിടെ കയറിയിട്ട് ഗെറ്റ് കാലി എന്ന് സെർച്ച് ചെയ്യുക. ഗെറ്റ് കാലി സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക. കാലി ലിനക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിൽ ഉള്ള 2 ഇമേജസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഇൻസ്റ്റാളർ ഇമേജസ് എന്ന് പറയും, മറ്റേത് വെർച്വൽ മെഷീൻസിന് വേണ്ടിയുള്ള ഇമേജസ്. ഇൻസ്റ്റാളർ ഇമേജസ് എന്താണെന്ന് ആദ്യം പറയാം. എന്ന് പറയുന്നത് ISO ഫയൽസ് ആണ്. ഓക്കെ, ISO എക്സ്റ്റൻഷൻ വരുന്ന ഫയൽസ് ആണ് ഇൻസ്റ്റാളർ ഇമേജസ്. സോ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയറിലോട്ട് നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഇമേജസ് ആണ്. അല്ലെങ്കിൽ ആ ഒരു
ഹാർഡ് ഡിസ്കിൽ കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ റൈറ്റ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് ഉള്ളതുപോലെ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ മാക്കാണ് യൂസ് ചെയ്യുന്നത്, മാക്ക് ഉള്ളതുപോലെ നിങ്ങളുടെ ആ ഒരു ഹാർഡ്വെയറിലോട്ട് കൊണ്ട് ഈ സാധനത്തിനെ റൈറ്റ് ചെയ്യും. സോ അതാണ് ഇൻസ്റ്റാൾ റിമേഴ്സ്. ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ബൂട്ടഡ് പെൻ ഡ്രൈവിൽ നമ്മൾ ഈ ഒരു ISOയെ ലോഡ് ചെയ്യും, ബൂട്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു പെൻ ഡ്രൈവിനെ കൊണ്ട് നമ്മൾ ഏത് സിസ്റ്റത്തിൽ കുത്തിയാലും നമുക്ക് ഒന്നെങ്കിൽ അതിനെ ഇൻസ്റ്റാൾ ചെയ്യാം ഡയറക്റ്റ്, അല്ലെങ്കിൽ ലൈവ് ബൂട്ട് ചെയ്യാം. അതായത് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ആ പെൻ ഡ്രൈവിൽ നിന്ന് റീഡ് ചെയ്യുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡുവൽ ബൂട്ട് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ഈ വിൻഡോസ് ഉണ്ട്, അതിൻ്റെ കൂടെ ലിനക്സ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും വിൻഡോസ് എടുക്കണോ അല്ലെങ്കിൽ ലിനക്സ് എടുക്കണോ. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. വിൻഡോസ് വേണമെങ്കിൽ വിൻഡോസ് സെലക്ട് ചെയ്യാം, ലിനക്സ് വേണമെങ്കിൽ ലിനക്സ് സെലക്ട് ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഇൻസ്റ്റാൾ റിമേഴ്സ് എന്ന് വെച്ചാൽ, അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് വെർച്വൽ മെഷീൻസിൻ്റെ ഇൻസ്റ്റലേഷനാണ്. സോ വെർച്വൽ മെഷീൻസിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഇപ്പം വിൻഡോസ് ആണ് നിങ്ങളുടെ ഹോസ്റ്റ്. ആ ഹോസ്റ്റ് മെഷീനകത്തായിരിക്കും നിങ്ങളുടെ ആ ഒരു കാലി ലിനക്സിനെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെർച്വൽ മെഷീൻസ് നോക്കി കഴിയുമ്പോൾ അതിനകത്ത് 2, 3 കുറേ വെർച്വൽ മെഷീൻസിന് വേണ്ടിയുള്ള ഫയൽ കാലി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ 2 ഫേമസ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് വെർച്വൽ ബോക്സും VMware. സോ നമ്മൾ ഈ ഒരു കോഴ്സിൽ ത്രൂ ഔട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വെർച്വൽ ബോക്സ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ വെർച്വൽ ബോക്സിൻ്റെ ഇൻസ്റ്റലേഷൻ ആയിരിക്കും കാണിക്കുന്നത്. VMware എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ, VMwareൻ്റെ ഇൻസ്റ്റലേഷൻ ഇച്ചിരി കൂടെ ലെങ്തി ആണ് ആസ് കമ്പയർഡ് ടു വെർച്വൽ ബോക്സ്. സോ അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കത്തെ. സോ നമുക്ക് വെർച്വൽ ബോക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വെർച്വൽ ബോക്സിൻ്റെ ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡൗൺലോഡ് ആണ്, മിററാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഡൗൺലോഡ് ആവും. ഇപ്പം ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഈ സാധനം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. പിന്നുള്ള നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ടൊറൻറ്റ് ഡൗൺലോഡ് ആണ്. ടൊറൻറ്റ് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൊറൻറ്റ് ഫയലിനെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൊറൻറ്റ് ഫയലിനെ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ടൊറൻറ്റിൽ അവസാനിക്കുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂട്ടറൻറ്റ് പോലത്തെ ആപ്ലിക്കേഷനുകളിൽ തുറക്കാം. അപ്പം നിങ്ങൾക്ക് ഇപ്പം മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നെറ്റ് കാണില്ല, ഇല്ലേ? അപ്പം അങ്ങനെയുള്ളവർക്ക് നിർത്തി ആക്ച്വലി ഈ ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്യും. അതിനുവേണ്ടി നമുക്ക് ടൊറൻറ്റ് ഫയൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ അങ്ങനെയാണ് ഈ 2 വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പം കാലിയുടെ ആ ഒരു ഫയൽ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടത് വെർച്വൽ ബോക്സ് ആണ്. വെർച്വൽ ബോക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം വരുന്ന ഒറാക്കിൾ വെർച്വൽ ബോക്സിൻ്റെ ഒഫീഷ്യൽ virtualbox.org എന്ന് പറയുന്ന ആ ഒരു സൈറ്റിൽ കയറുക. അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡൗൺലോഡ് ഞെക്കുക. ഡൗൺലോഡ് ഞെക്കി കഴിയുമ്പോൾ കുറേ ഹോസ്റ്റ് പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി ഉള്ളത് കാണും. വിൻഡോസ് ഹോസ്റ്റ് ഉണ്ട്, മാക് OS ഹോസ്റ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഏതാണ് നിങ്ങളുടെ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതാണ് അവർ ചോദിച്ചേക്കുന്നത്. ഇപ്പം ഞാനിവിടെ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ വിൻഡോസിന് വേണ്ടിയുള്ളതായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്. അതിൽ ഞെക്കി കഴിയുമ്പോൾ തന്നെ ഒരു പ്രോംപ്റ്റ് വരും, നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാനെന്നും പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനാണ് സേവ് ചെയ്യാനെന്ന് പറഞ്ഞാൽ. അതും ഞാൻ ഓൾറെഡി തന്നെ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഈ ബ്രൗസർ സ്ക്രീൻ ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് എൻ്റെ ഫയൽ ബ്രൗസർ ഞാൻ തുറക്കുകയാണ്. അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലി ലിനക്സിൻ്റെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു റാർ ഫയലും ഉണ്ട്, അതുപോലെ തന്നെ വെർച്വൽ ബോക്സിൻ്റെ ആ ഒരു ഫയലും ഉണ്ട്. ഞാനിപ്പോൾ വെർച്വൽ ബോക്സിൻ്റെ ഇൻസ്റ്റാളറിനെ ഓടിക്കാൻ പോവാണ്. വെർച്വൽ ബോക്സിൻ്റെ ഇൻസ്റ്റാളറിനെ റൺ ചെയ്യിച്ച് കഴിയുമ്പോൾ എനിക്കിതുപോലൊരു സ്ക്രീൻ വരും. ഇൻസ്റ്റലേഷനൊക്കെ നിങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതെ ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക, ഐ അക്സെപ്റ്റ് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക, എസ് അടിക്കുക, നെക്സ്റ്റ് അടിക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് ആകുമ്പോഴത്തേക്ക് അത്രേ ഉള്ളൂ. ഈ സെറ്റപ്പ് അങ്ങനെയാണ് നമ്മൾ നോർമൽ ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് റാർ ഫയലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിപ്പ് ഫയലിനെ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആ ഒരു ഫയലിനെ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാക്ട് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. നിങ്ങൾക്കിപ്പം വിൻഡ്രാർ പോലത്തെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, നോർമലി എക്സ്ട്രാക്ട് ഓൾ കൊടുത്താലും വർക്ക് ചെയ്യും. അല്ലെങ്കിൽ വിൻഡ്രാറിൽ എക്സ്ട്രാക്ട് ഹിയറെന്നോ എക്സ്ട്രാക്ട് കാലിന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. സോ അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പം ഇതുപോലൊരു ഫയൽ വരും. അതിനകത്ത് നിങ്ങൾ കയറി നോക്കി ഇതുപോലെ 2 ഫയലും കാണും. ഓക്കെ, സോ അതാണ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്. ഇപ്പോൾ ഇവിടെ വെർച്വൽ ബോക്സിൻ്റെ ആ ഒരു ഇത് മൊത്തം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് സെറ്റപ്പ്. അതിപ്പോൾ ഞാൻ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വെർച്വൽ ബോക്സ് ആക്ച്വലി തുറന്നു വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ എനിക്ക് ആ വെർച്വൽ ബോക്സ് ആക്ച്വലി തുറന്നു വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് വെർച്വൽ ബോക്സിൻ്റെ ആ ഒരു ഇൻ്റർഫേസ്. ഇതിലെങ്ങനെ കാലിയെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ കാലിയെ ഇതിലെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇവിടെ ന്യൂ എന്ന് പറഞ്ഞും ആഡ് എന്ന് പറഞ്ഞും ഇമ്പോർട്ട് എക്സ്പോർട്ട് അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ന്യൂ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു ISO ഇമേജിനെ പറ്റി. എനിക്കാണെങ്കിൽ ISOയും ഈ വെർച്വൽ ബോക്സിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരിക്കുമുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകേണ്ടി വരും. എങ്ങനെയാണ് പേര് കൊടുക്കണം, അങ്ങനെ കുറേ എല്ലാം ആക്ച്വലി കോൺഫിഗർ ചെയ്ത് പോകേണ്ടി വരും. കുറേ കാര്യങ്ങളുണ്ട്.
അതിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഡയറക്റ്റ് വെർച്വൽ ബോക്സിൻ്റെ ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തത്. ഓക്കെ, വെർച്വൽ മെഷീൻ്റെ ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കാം. അത് ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ കാലിയുടെ ആ ഒരു ഫോൾഡറിനകത്ത് കയറി കഴിഞ്ഞാൽ വെർച്വൽ ബോക്സിന് വേണ്ടിയുള്ള ആ ഒരു ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അത് .vbox എക്സ്റ്റൻഷൻ ഉള്ള ഒരു ഫയലാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം വരും. ഇവിടെ കാലി ലിനക്സ് 2024.3 വെർച്വൽ ബോക്സ് AMD64 ആ ഒരു സംഭവം വരും. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാലി ആണ് യൂസർ നെയിമും പാസ്വേഡും. അപ്പം ഇത് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ അടിക്കേണ്ട പാസ്വേഡും യൂസർ നെയിമുമാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ ഇത്രയുമാണ് കാലിയുടെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് വെർച്വൽ ബോക്സിലുള്ള. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് ഇൻസ്റ്റലേഷൻ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ജസ്റ്റ് നമ്മൾ ഒരു കാലിയുടെ ഇൻസ്റ്റൻസിനെ ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് കാലി ലിനക്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഉപയോഗിക്കാം. അത് എങ്ങനെയാണെന്ന് ഇനി പറയാം. സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇതിപ്പോൾ പവർഡ് ഓഫ് സ്റ്റേറ്റിലാണ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പവർ ഓൺ ആവും. അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നോർമലി സ്വിച്ച് ഞെക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടണിലായിരിക്കും നമ്മൾ ഞെക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയാൽ അറിയാം പവറിംഗ് VM അപ്പ് എന്ന് പറഞ്ഞു വരും. പിന്നെ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. എന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ലോഡിങ്, ഇവിടെ ഞാനിപ്പോൾ മൗസ് ഇട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഓക്കെ, ഇതെന്താണ് പറയുന്നത്? സിമ്പിളാണ്. അതായത് ഇപ്പം നമുക്ക് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് ബേസിക്കലി പറയുകയാണെങ്കിൽ. ഒരു ഹോസ്റ്റ് മെഷീനായിട്ട് വിൻഡോസും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കാലി ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർച്വൽ ബോക്സിനകത്ത് വിൻഡോസിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരേ സമയത്ത് നമുക്ക് രണ്ടിലൂടെ നമ്മുടെ കീബോർഡ് മൗസും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി നമുക്കൊരു കീ സെറ്റ് ചെയ്യണം. അതെന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തേക്കുന്ന റൈറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. സോ റൈറ്റ് കൺട്രോൾ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. വിൻഡോസിലോട്ടും ലിനക്സിലോട്ടും മാറി മാറി സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് അപ്പം ഇപ്പം സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ വിൻഡോസിൽ യൂസ് ചെയ്യണമെങ്കിൽ വിൻഡോസിൽ നമുക്ക് കീബോർഡ് മൗസ് യൂസ് ചെയ്യാം. വീണ്ടും നമ്മൾ കാലിയിലെ എന്തെങ്കിലും ഒരു സെറ്റിങ്സ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലോട്ട് അതിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് പോകും. അതല്ലെങ്കിൽ ആ ഒരു ഡ്രൈവർ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകും. സോ ഞാനിപ്പോൾ ഇവിടെ ക്യാപ്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാലിക്കകത്താണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ കാലിയിൽ നിന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൽ ആക്ച്വലി കയറാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൗസ് എനിക്കിപ്പം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എനിക്ക് മൗസ് ആക്ച്വലി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഡോ നോട്ട് ഷോ ദിസ് മെസ്സേജ് അഗെയിൻ എന്ന് പറഞ്ഞ് ടിക്ക് കൊടുത്തിട്ട് ക്യാപ്ചർ കൊടുത്തു. സോ ഇപ്പോൾ എനിക്ക് അകത്ത് എനിക്ക് യൂസ് ചെയ്യാം മൗസ്. അപ്പം ഈ കാണുന്നതാണ് കാലിയുടെ ഒരു ഇൻ്റർഫേസ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഫുൾ സ്ക്രീനിൽ തുറന്നു വരണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരികയാണ് എങ്കിൽ വ്യൂവിൽ പോയിട്ട് ജസ്റ്റ് ഫുൾ സ്ക്രീൻ മോഡെ കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ തുറന്നു വരും. എന്നിട്ടും വന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പോകുക, എന്നിട്ട് സെറ്റിങ്സ് എന്ന് സെർച്ച് ചെയ്യുക. സെറ്റിങ്സ് എന്ന് സെർച്ച് ചെയ്തിട്ട് സെറ്റിങ്സ് മാനേജർ എടുക്കുക. അതിൽ ഡിസ്പ്ലേ കാണും. ഇവിടുത്തെ ഡിസ്പ്ലേ ഈ ഒരു 1920x996 ആക്കുക. ഓക്കെ, ആ ഒരു ആസ്പെക്ട് റേഷ്യോ ഇടുക, അല്ലെങ്കിൽ 4:3 വരുന്ന ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാലും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോർമൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സ്ക്രീൻ വരുന്ന പോലെ നിങ്ങളുടെ സ്ക്രീനിന് ഫിറ്റ് ചെയ്യുന്ന പോലെ സാധനം സെറ്റായി വരും. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫുൾ സ്ക്രീൻ മോഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലോട്ട് മാറും. അപ്പോൾ ഇത് നമ്മൾ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പോലും തോന്നിക്കത്തില്ല. ഇപ്പോൾ ഒരു സിംഗിൾ ലിനക്സ് ലൈവ് ബൂട്ട് ചെയ്തേക്കുന്ന പോലെ ഇരിക്കും. ഇവിടെ താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റും. ഫുൾ സ്ക്രീൻ മോഡ് മാറ്റിയാൽ മതി ജസ്റ്റ്. അപ്പം നമുക്ക് ഈ വിൻഡോസ് ആക്സസ് ചെയ്യാം. വിൻഡോസിൻ്റെ സ്ക്രീൻ താഴെ കാണും. സോ ഞാനിപ്പോൾ ഇത് ഫുൾ സ്ക്രീൻ മോഡിൽ പോവുകയാണ്. ഓക്കെ, ഫുൾ സ്ക്രീൻ മോഡിൽ പോയി. ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് മുകളിൽ നമുക്ക് കാണാം. ഇതെന്ന് പറയുന്നത് ഓൾ ആപ്സ് ആണ്. നമ്മുടെ വിൻഡോസ് ബട്ടൺ പോലെ, വിൻഡോസ് വരുമ്പോൾ നമ്മുടെ ആ സ്റ്റാർട്ട് ബട്ടൺ പോലെയാണ് ഇതും ആക്ട് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഈ ഒരു കാലി ലിനക്സിൽ വരുന്ന എല്ലാ ടൂൾസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. കാലി ലിനക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒഫൻസീവ് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ശരിക്കും, അല്ലെങ്കിൽ ലിനക്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സോ ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്കൽ ഹാക്കിംഗ് അല്ലെങ്കിൽ പെനിട്രേഷൻ ടെസ്റ്റിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ട്രോയെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒഫൻസീവ് സെക്യൂരിറ്റി. സോ അതിനകത്ത് ഒരുപാട് അത് ബേസ്ഡ് ആയിട്ടുള്ള ടൂളുകൾ വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന് നമ്മൾ എൻമാപ്പ് യൂസ് ചെയ്യും, അതുപോലെ മാൾട്ടിഗോ, ഇതൊക്കെ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വെബ് ആപ്ലിക്കേഷൻ അനാലിസിസിന് പർസ്യൂട്ട്, അങ്ങനെ ഓരോരോ, ഇപ്പോൾ പാസ്വേഡ് അറ്റാക്ക് ആണെങ്കിൽ ജോൺ ദ റിപ്പർ, അങ്ങനെ കുറേ ടൂളുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വരുന്ന വീഡിയോകളിലൊക്കെ ചിലപ്പോൾ ഡിസ്കസ് ചെയ്തേക്കാം പല കോഴ്സുകളിലായിട്ട്. സോ ഇപ്പം നമ്മൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ജസ്റ്റ് ലിനക്സ് ഇത് മൊത്തത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബേസിക് ആയിട്ട് എങ്ങനെയാണ് ലിനക്സ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക്
ഫയൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത്, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്, മൊത്തം ലിനക്സിൻ്റെ ഫയൽ സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ബാഷിൻ്റെ സ്ക്രിപ്റ്റുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിൽ നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി അതായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും